ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ, പിന്നീട് ഞാൻ മറന്നു പോകും. അതാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്താനും ഒന്നും മറന്നു പോകരുത് പ്ലീസ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് മറ്റുള്ളവരിലേക്ക് എൻ്റെ വീഡിയോസ് എത്താൻ സഹായിക്കും. അതുപോലെ തന്നെ വേണ്ടവർക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കും ഹെൽപ്പാവും, അത് കാണുന്നവർക്കും ചിലപ്പോൾ എന്തെങ്കിലും ഉപകാരം ഉണ്ടായാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ആദ്യം ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ പൊരിച്ചെടുക്കുന്നുണ്ട്. ഐക്കൂറ മീനെങ്ങാണ്ടോ ആയിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ദശയുള്ള ഏത് മീനും യൂസ് ചെയ്യാം നമുക്കിതിന് വേണ്ടിയിട്ട്. ഇതിൽ വെറും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും മാത്രം ചേർത്തിട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം പുരട്ടി വെച്ച മസാല പുരട്ടി വെച്ച മീനാണ്. കാരണം തലേ ദിവസം വെച്ചിട്ട് കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ കപ്പയും മീനും ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മീനായിരുന്നു. അത് ചുട്ടും പൊരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തോന്നി പൊരിച്ചു കൊടുക്കണേക്കാട്ടിലും നല്ലത് നമുക്കത് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ ചെയ്താൽ കേട്ടോ. അങ്ങനെ മീൻ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അത് വെളിച്ചെണ്ണ തന്നെ പൊരിച്ചെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ബാക്കി വന്ന ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളി, 4 സവാള, 2 തക്കാളി എന്നിവ നന്നായിട്ട് ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട്, ഫ്രഷ് ആയിരിക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഫ്രഷ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ 2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അടച്ച് വെച്ചൊക്കെ ഒന്ന് വേവിച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം, നല്ലോണം എണ്ണ വിട്ട് വരുന്ന രീതിയിൽ കേട്ടോ. അപ്പം അപ്പുറത്ത് മറ്റൊരു പാനിൽ ഞാൻ നമ്മുടെ ഉള്ളി ചെറുതായിട്ട് ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ടായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നില്ല എന്നല്ല, ഉണ്ട്, പക്ഷെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. തൊലിയുള്ള അണ്ടിപ്പരിപ്പായിരുന്നു കേട്ടോ. ഇത് പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് അതൊന്നും നമുക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പോട്ടെ. അപ്പോൾ നമ്മളുള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അത് മുന്തിരിങ്ങ അതുപോലെ തന്നെ ഉള്ളിയും പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഏത് എണ്ണയിലും നെയ്യാലും എന്തായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ മസാല നമ്മുടെ ഉള്ളി നന്നായി വഴണ്ടി വരുമ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അതുപോലെ തന്നെ ഒരു ശകലം മല്ലിപ്പൊടി, കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം പോയി ഒരു 1/4 ഗ്ലാസ് പോലും വേണ്ട അത്രയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് അടച്ച് വെച്ചിട്ട് കുറുക്കിയെടുത്ത ശേഷം മറ്റൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ ഞാൻ ഒന്ന് കഴുകിയെടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ ഗ്രാമ്പൂ, പട്ട, ഗ്രാമ്പൂ, കുറച്ച് പെരുംജീരകം, ഏലയ്ക്ക, അതുപോലെ തന്നെ ബേ ലീഫൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് പച്ചമണം പോയ ശേഷം ഒരു പകുതി ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ടിട്ട്, അതുപോലെ തന്നെ അരിയും കൂടെ, കൈമ റൈസ് ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരു 1/2 ക്യാരറ്റും കൂടെ നമ്മൾ ഈ വെള്ളം ഒഴിച്ച ശേഷം, അതായത് 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, അപ്പോൾ 4 ഗ്ലാസ് വെള്ളം, മാക്സിമം 4.25 ഗ്ലാസ് വെള്ളം കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെള്ളം ഒഴിച്ച ശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നെയാണ് ഈ ചീകി വെച്ച ക്യാരറ്റ് ഇടുന്നത് കേട്ടോ. ഫ്രൈ ചെയ്യേണ്ട, ഡയറക്റ്റ് ക്യാരറ്റും കൂടി ഇട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് ഫുള്ള് ഗ്യാസിൽ വെച്ചിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുത്ത് നല്ല അടിപൊളിയായിട്ട് വെള്ളം പറ്റി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് തുറന്ന് നോക്കും വേണം കേട്ടോ, കരിഞ്ഞു പോരുത്, അടി പിടിച്ച് പോരുത്. ആവശ്യത്തിന് നോക്കിയിട്ട് മാക്സിമം 10-15 മിനിറ്റ് സിമ്മിൽ കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. അപ്പം നമ്മൾ എന്നിട്ട് ഡയറക്റ്റ് ദം ചെയ്യാൻ പോണിനി. അപ്പം നമ്മൾ ആദ്യം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചോറ്, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ ഗ്രേവി, മീൻ ഏറ്റവും മുകളിൽ വെച്ചിട്ടോ പൊട്ടിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ണം മീനും പൊട്ടിച്ച് ഉടച്ചിടായിരുന്നു ടേസ്റ്റിന് വേണ്ടി, പക്ഷേ കുഴപ്പമില്ല, എൻ്റെ അടുത്ത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ മീൻ, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ 2 ലെയർ സെറ്റ് ചെയ്തിട്ട്, നമ്മുടെ അധികം ഉള്ളിയും നമ്മുടെ മുന്തിരിയൊന്നും അധികം വറുത്തതില്ലാത്തതുകൊണ്ട് ഞാൻ ഏറ്റവും ടോപ്പിൽ മാത്രമേ അത് ഗാർണിഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നമ്മൾ 2 ലെയർ ഗ്രേവിയും റൈസും ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത മീനും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത ഐറ്റംസ് ഉള്ളി, അതുപോലെ തന്നെ മുന്തിരിങ്ങ, അതുപോലെ തന്നെ മല്ലിയില, പുതിനയില എല്ലാം കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്ത് അതിൻ്റെ മുകളിൽ നെയ്യും കൂടെ തൂയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ഈ നോൺ വെജ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സ്കൂളിൽ നോൺ വെജിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, അവന് ഞാൻ പ്ലെയിൻ റൈസ് മാറ്റി, പ്ലെയിൻ റൈസ് അല്ല നമ്മുടെ ഗീ റൈസ് പോലത്തെ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വെളിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിനിടയ്ക്ക് ഒന്ന് അത് കഴിഞ്ഞിട്ട് ദം ചെയ്യുന്നത്. അപ്പോൾ ആ പോയ ഗ്യാപ്പിൽ നമ്മൾ ദം ചെയ്യുന്നതും കൂടെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ദം വന്നിട്ട് നമ്മൾ പാൻ വെച്ചിട്ട്, ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ട്, ഫ്രൈങ് പാൻ അല്ല, ഒരു ദോശപ്പാനോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ദമ്മിന് വേണ്ടി മിക്സ് ചെയ്ത് വെച്ച ആ കൂട്ടെടുത്ത് വെച്ച് അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഫോയിൽ വെക്കാം കേട്ടോ, ഞാനതൊന്നും വെച്ചിട്ടില്ല. നല്ല ടൈറ്റുള്ളൊരു അടപ്പ് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു 10-15 മിനിറ്റ് സിമ്മിൽ നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾ വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോയ സമയത്ത് എനിക്ക് കുറച്ച് അലർജിയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ വെളിയിലത്തെ ടോയ്ലറ്റ്സൊക്കെ യൂസ് ചെയ്തിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൗഡറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു 10 രൂപയുടെ പാനിപ്പൂരിയൊക്കെ കഴിച്ച്
നമ്മളതുപോലെ തന്നെ നമ്മുടെ കോണില്ലേ, എന്താണ്, ചോളം, അതും കൂടെ വാങ്ങിച്ചിട്ടൊക്കെ വന്നു നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ സലാഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. സലാഡിൽ ഇത്തിരി പുളിപ്പ് ഉണ്ടായിരുന്നു തൈര്. അജുവേട്ടന് ഒട്ടും പുളി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ആ മുഖത്തെ എക്സ്പ്രഷൻ അങ്ങനെ ഉണ്ടായിരുന്നത്. വെറുതെ കുറച്ച് തൈരിൽ പച്ചമുളകും അതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് ഒന്ന് നമ്മൾ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പപ്പടവും വറുത്തിട്ടുണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഐറ്റംസ് എന്ന് പറയണത്. പിന്നെ ഞാൻ പിറ്റേ ദിവസം ഇതുപോലെ റൈസ് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് എരിയുള്ള ബൂന്തിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് സലാഡിന് അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ. അതെല്ലാം നിങ്ങൾക്ക് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് തൈരിൽ വെറും ബൂന്തി മാത്രം ഇട്ടിട്ടും കഴിക്കാം കേട്ടോ, അതും അടിപൊളിയായിരിക്കും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പൊക്കി പറയില്ല, സത്യമായിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരിക്കലും ആദ്യത്തെ ട്രയലാണെന്ന് തോന്നുകയില്ലായിരുന്നു കേട്ടോ, സത്യമായിട്ടും അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളത് അതിൽ അജുവേട്ടനും ആദ്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവരുടെ കമൻറ്റ്, പക്ഷേ എനിക്കത് വോയിസ് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൂളറ്, ടേബിൾ ഫാന്, മുകളിൽ സീലിംഗ് ഫാൻ എല്ലാത്തിൻ്റെയും കൂടെ ഭയങ്കര വൃത്തികെട്ട ശബ്ദമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഓൺ വോയിസ് കൊടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. പിറ്റേ ദിവസം കഴിച്ചപ്പോൾ അതിനെക്കാട്ടിലും കിഡുമായിരുന്നു കേട്ടോ സംഭവം. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങാനും കൊള്ളത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിച്ചപ്പോൾ ആഹാ എന്താ ടേസ്റ്റ്, സൂപ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് വേണ്ടി പ്ലീസ്. അപ്പോൾ വീണ്ടും ഞാൻ പറയണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തണം. ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറന്നു പോകരുത് പ്ലീസ്. ഓരോ ലൈക്കിനും എൻ്റെ വീഡിയോ ഷെയർ ആവും. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എനിക്കും അതൊരു സപ്പോർട്ടാണ്. അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്കും ഒരു ഉപകാരം ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇരുന്ന് സമാധാനത്ത്. അപ്പം ഞങ്ങളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ കൂടെ അജുവേട്ടൻ ഈ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ കഴിച്ച് പകുതി ആവാറായപ്പോഴാണ് കേട്ടോ ആൾ കഴിക്കാൻ തന്നെ തുടങ്ങിയത്. ആൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. പിറ്റേ ദിവസം ആൾ അതിനെ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ച് പാത്രമൊക്കെ കഴിയുമ്പോഴേക്കും ഗസ്റ്റ് ഉണ്ടായിരുന്നു, 10-15 മിനിറ്റ്. അത് കഴിഞ്ഞ് അവർ തിരിച്ചും പോയി കേട്ടോ. പിന്നെ അപ്പോൾ കിടക്കാൻ പോയപ്പോഴാണ് ആദ്യക്കുട്ടനെ ഓർമ്മ വന്നു, അയ്യോ മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അമ്മ മാങ്ങ എടുത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ ഓട്ടിപ്പോയി ആദ്യം മാങ്ങ എടുത്തിട്ട് വന്നു. അത് കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ചതായിരുന്നു, പക്ഷേ അത് ചീത്തയായിപ്പോയി. 2 കിലോ വാങ്ങിച്ചതിൽ 2 ഞങ്ങൾ മുന്നേ കഴിച്ചു. ഇതിൽ 4 ഉണ്ടായിരുന്നതിൽ 1-1.5 മാങ്ങ കഷ്ണേ കിട്ടിയുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം പോയി എന്നുള്ളത്, പുഴു വന്നു പോയി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ, സീ യു, ഗുഡ് നൈറ്റ്.